നമസ്കാരം, ഞാൻ റജിന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. പൊതുമേഖലാ ആരോഗ്യ രംഗത്ത് മികച്ച നേട്ടവുമായി ബഹ്റൈൻ. 2024 കണക്കുകൾ പ്രകാരം രാജ്യത്തെ സർക്കാർ ആശുപത്രികളിൽ ആകെ 12 ലക്ഷത്തിലധികം സന്ദർശകരാണ് ചികിത്സ തേടിയെത്തിയത്. അതിൽ 4 ലക്ഷത്തിലധികം എമർജൻസി കേസുകളും ബാക്കി വരുന്നത് സാധാരണ ചികിത്സയ്ക്കുമാണ്. സന്ദർശകരിൽ 80% സ്വദേശികളാണെന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇത് സ്വകാര്യ ആശുപത്രികളെക്കാൾ ബഹ്റൈനികൾ സർക്കാർ ആശുപത്രികൾക്ക് മുൻഗണന നൽകുന്നു എന്നതിന്റെ തെളിവാണ്. സർക്കാർ ആശുപത്രികളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഡോക്ടർ മറിയം അൽ ജലഹ്മയാണ് മാധ്യമപ്രവർത്തകരുമായി നടത്തിയ ഹോസ്പിറ്റൽ പര്യടനത്തിനിടെ കണക്കുകൾ വിശദീകരിച്ചത്. രാജ്യത്തെ പൊതുജനാരോഗ്യ മേഖല കൈവരിച്ച നേട്ടങ്ങൾ, ആശുപത്രികളുടെ നവീകരണങ്ങൾ, ശേഷി, നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്ടുകൾ എന്നിവയെക്കുറിച്ച് വിവരങ്ങൾ നൽകുക എന്നതായിരുന്നു സന്ദർശനത്തിന്റെ ലക്ഷ്യം. രാജ്യത്തെ ഏറ്റവും വലിയ ആശുപത്രിയായ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ ശരാശരി 80% രോഗികൾ ഉണ്ടാവാറുണ്ടെന്നും തീവ്രപരിചരണ വിഭാഗത്തിൽ 90%-ലധികവും ഉണ്ടാകാറുണ്ടെന്നും അവർ പറഞ്ഞു. വർദ്ധിച്ചു വരുന്ന രോഗികളുടെ എണ്ണത്തെ തുടർന്ന് 56 അധിക കിടക്കകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിക്കിൾ സെൽ അനീമിയയുള്ള സ്ത്രീകൾക്ക് ഹ്രസ്വകാല താമസ സൗകര്യവും ഒരു സൈക്കാട്രിക് എമർജൻസി വിഭാഗവും ഉൾപ്പെടെ പ്രത്യേക യൂണിറ്റുകളും ആരംഭിച്ചതായും അവർ പറഞ്ഞു. കൊല്ലം രൂപത ബിഷപ്പിന് സ്വീകരണം നൽകി. ബഹ്റൈനിലെത്തിയ കൊല്ലം കത്തോലിക്ക രൂപതയുടെ ആദരണീയ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിക്ക് കൊല്ലം പ്രവാസി അസോസിയേഷനും കേരള കാത്തലിക് അസോസിയേഷനും ചേർന്ന് പൗരസ്വീകരണം നൽകി. KCA ഹാളിൽ നടന്ന ചടങ്ങിൽ KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ അധ്യക്ഷത വഹിച്ചു. KPA ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ KPA വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് കുഞ്ഞ് ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിക്ക് KPAയുടെ ഉപഹാരം നൽകി ആദരിച്ചു. KCA ജനറൽ സെക്രട്ടറി ബിനു ക്രിസ്റ്റി, KPA രക്ഷാധികാരിയും മുൻ ഇന്ത്യൻ സ്കൂൾ ചെയർമാനുമായ പ്രിൻസ് നടരാജൻ, KPA സ്ഥാപക പ്രസിഡന്റ് നിസാർ കൊല്ലം, KCA സ്പോൺസർഷിപ്പ് ചെയർമാൻ എബ്രഹാം ജോൺ, KCA കോർ കമ്മിറ്റി ചെയർമാൻ അരുൾദാസ് തോമസ്, KPA സെക്രട്ടറി അനിൽകുമാർ, സെക്രട്ടറി രജീഷ് പട്ടാഴി എന്നിവർ ആശംസകൾ അറിയിച്ചു. KPA സ്ഥാപക ജനറൽ സെക്രട്ടറി ജഗത് കൃഷ്ണകുമാർ KPAയുടെ വിളക്കുമരം സുവനീറും ആപ്പിൾ തങ്കശ്ശേരി താൻ വരച്ച പിതാവിന്റെ ചിത്രവും ബിഷപ്പിന് കൈമാറി. KPA ട്രഷറർ മനോജ് ജമാൽ നന്ദി അറിയിച്ചു. KPA രക്ഷാധികാരികളായ ബിനോജ് മാത്യു, ചന്ദ്രബോസ്, KPA സെൻട്രൽ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, പ്രവാസി ശ്രീ അംഗങ്ങൾ, KPA കുടുംബാംഗങ്ങൾ, KCA കുടുംബാംഗങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു. സൃഷ്ടി കലാകാരന്മാരുടെ കലാപരിപാടികളും അരങ്ങേറി. ലാൽ കെയസ് മോഹൻലാലിന്റെ ജന്മദിനാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ബഹ്റൈൻ ലാൽ കെയസ് മനാമ ദാന മോളിലെ എപിക് സിനിമാസിൽ വെച്ച് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ ജന്മദിനം വിവിധ കലാപരിപാടികളോടെ വിപുലമായ രീതിയിൽ ആഘോഷിച്ചു. ലാൽ കെയസ് പ്രസിഡന്റ് FM ഫൈസലിന്റെ അധ്യക്ഷതയിൽ നടന്ന ആഘോഷ പരിപാടികൾ കോർഡിനേറ്റർ ജഗത് കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ലാൽ കെയസ് കുടുംബത്തിലെ കുട്ടികൾ ചേർന്ന് കേക്ക് മുറിച്ച് വിതരണം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അടക്കം 3 ദിവസം നീളുന്ന പിറന്നാൾ ആഘോഷങ്ങൾക്കാണ് ഇപ്പോൾ തുടക്കം കുറിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ലാൽ കെയസ് സെക്രട്ടറി ഷൈജു കൻപ്രത് സ്വാഗതവും ട്രഷറർ അരുൺ ജി നെയ്യാർ നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളോടെ നടന്ന ജന്മദിനാഘോഷ പരിപാടികൾക്ക് ജെയ്സൺ, ഗോപേഷ് അടൂർ, അരുൺ തേക്കാട്ടിൽ, വിപിൻ, വിഷ്ണു വിജയൻ, ഹരി, നിതിൻ തൻപി, വൈശാഖ്, അഖിൽ, നന്ദൻ എന്നിവർ നേതൃത്വം നൽകി. കിരീടം ഉണ്ണി, തോമസ് ഫിലിപ്പ്, ഭവിത്, ലിബി ജെയ്സൺ, ഡോക്ടർ അരുൺ, അമൽ ജിതിൻ എന്നിവർ പ്രോഗ്രാം നിയന്ത്രിച്ചു. KCA ഹോപ്പ് 2025 കേരള കാത്തലിക് അസോസിയേഷൻ ഹോപ്പ് 2025 എന്ന പേരിൽ ബാങ്ക്വറ്റ് ഡിന്നർ സംഘടിപ്പിച്ചു. മനാമ ഇന്റർ കോണ്ടിനെന്റൽ റീജൻസിയിൽ വെച്ച് നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ ഇന്ത്യൻ എംബസി കൗൺസിലർ രാജീവ് കുമാർ മിശ്ര മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൊല്ലം രൂപത ബിഷപ്പിന്റെ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി മുഖ്യപ്രഭാഷകനായി പങ്കെടുത്തു. കത്തോലിക്ക എന്ന പദത്തിന്റെ അർത്ഥം സാർവത്രികം എന്നാണെന്നും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സംഘടനയാണ് കേരള കാത്തലിക് അസോസിയേഷൻ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഷൂറ കൗൺസിൽ അംഗം നാൻസി ഖേത്തൂരി വിശിഷ്ടാതിഥിയായിരുന്നു. KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി സ്വാഗതം ആശംസിച്ചു. KCA വൈസ് പ്രസിഡന്റ് ലിയോ ജോസഫ് നന്ദി പറഞ്ഞു. ഈവന്റ് ചെയർമാൻ എബ്രഹാം ജോൺ, KCA കോർ ഗ്രൂപ്പ് ചെയർമാൻ അരുൾദാസ് തോമസ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ചടങ്ങിൽ വെച്ച് ബഹ്റൈൻ പ്രവാസികൾക്കിടയിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന റഹീം ബാവക്കുഞ്ഞിന് KCAയുടെ ഹോപ്പ് 2025 അവാർഡ് നൽകി ആദരിച്ചു.
ഹീദർഗ റീഹാബിലിറ്റേഷൻ സെന്റർ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്കായുള്ള സഹായധനം ചടങ്ങിൽ വെച്ച് KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ സ്കൂൾ പ്രിൻസിപ്പൽ ബസ്മസിലേക്ക് കൈമാറി. ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും മാധ്യമ പ്രതിനിധികളും KCA അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. ഈവന്റ് ചെയർമാൻ എബ്രഹാം ജോൺ, വൈസ് ചെയർമാൻമാരായ നിത്യൻ തോമസ്, ബാബു തങ്കളത്തിൽ, ബെന്നി ജോസഫ്, മെമ്പർഷിപ്പ് സെക്രട്ടറി സേവി മാത്തുണ്ണി, KCA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഓർഗനൈസിംഗ് കമ്മിറ്റിയാണ് പരിപാടികൾ നിയന്ത്രിച്ചത്. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ആരോഗ്യപരമായ ജീവിത രീതികളിൽ ബോധവൽക്കരിക്കപ്പെടൽ ഉൾപ്പെടെയുള്ള പ്രവാസികളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ ഉദ്ധരിച്ചുകൊണ്ട് IYCC ഹമദ് ടൗൺ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷിഫ അൽ ജസീറ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. IYCCയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 47ാമത് സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് ഷിഫ അൽ ജസീറ ഹമല ബ്രാഞ്ചിൽ വെച്ച് 2025 മെയ് 30 നടക്കുന്നത്. IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് അടക്കമുള്ള ദേശീയ ഭാരവാഹികളും ഹോസ്പിറ്റൽ പ്രതിനിധികളുമടക്കം സാമൂഹിക മേഖലകളിൽ ഉള്ളവർ സംബന്ധിക്കും. വിവിധ രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റുകളും ഡോക്ടറുടെ കൺസൾട്ടേഷൻ സേവനവും സൗജന്യമായി ലഭ്യമാവുന്ന ക്യാമ്പിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നതായും രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും താഴെ നൽകിയ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്നും IYCC ബഹ്റൈൻ ഹമദ് ടൗൺ ഏരിയ പ്രസിഡന്റ് വിജയൻ TP, ജനറൽ സെക്രട്ടറി ഹരിശങ്കർ PN, ട്രഷറർ ശരത് കണ്ണൂർ എന്നിവർ അറിയിച്ചു. നമ്പറുകൾ 35682622, 3593 0418, 37149491. പ്ലാറ്റിനം ജൂബിലി ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ സ്കൂളിന് തിളക്കമാർന്ന നേട്ടം. മെയ് 6 മുതൽ മെയ് 10 വരെ ഇന്ത്യൻ സ്കൂൾ ഇസ ടൗൺ ക്യാമ്പസിൽ നടന്ന ISB at 75 ജൂനിയർ ആൻഡ് സീനിയർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളുടെ പ്രകടനം ശ്രദ്ധേയമായി. വിവിധ പ്രായ വിഭാഗങ്ങളിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ തിളക്കമാർന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. ജേതാക്കൾ ആയു അനോജ്, Y രാമ, അർജുൻ അരുൺകുമാർ, ആദ്യ അനുജ്, ബാരൻ ബിജു, സായ് ശ്രീനിവാസ് എന്നിവരാണ്. 5 ദിവസത്തെ ബാഡ്മിന്റൺ മാമാങ്കത്തിൽ 400-ലധികം മത്സരങ്ങൾ നടന്നിരുന്നു. രാജ്യത്തിലെ ഏറ്റവും വലിയ ബാഡ്മിന്റൺ ടൂർണമെന്റുകളിൽ ഒന്നായിരുന്നു ഈ മത്സരങ്ങൾ. ഇന്ത്യൻ സ്കൂൾ സംഘടിപ്പിച്ച ബാഡ്മിന്റൺ മത്സരം സ്പോൺസർ ചെയ്തത് നാഷണൽ ട്രേഡിംഗ് ഹൗസ് ആണ്. ബഹ്റൈൻ, സൗദി അറേബ്യ, കുവൈറ്റ് എന്നിവ ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ നിന്നുള്ള കളിക്കാർ മത്സരത്തിൽ പങ്കെടുത്തു. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ നിയമങ്ങൾക്കനുസൃതമായി നടത്തിയ ഈ ടൂർണമെന്റ് കായിക രംഗത്തെ മികവ് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഇന്ത്യൻ സ്കൂളിന്റെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിച്ചു. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണിൽ വർഗീസ്, സെക്രട്ടറി V രാജമണ്ഡ്യൻ, വൈസ് ചെയർമാനും സ്പോർട്സ് അംഗവുമായ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, ഭരണസമിതി അംഗങ്ങൾ പ്രിൻസിപ്പൽ VR പളനിസ്വാമി, പ്ലാറ്റിനം ജൂബി ജനറൽ കൺവീനർ പ്രിൻസ് S നടരാജൻ എന്നിവർ വിജയികളെ അഭിനന്ദിച്ചു. ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനിക്ക് ചെസ് കിരീടം.
ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനി ധ്രുവി പാണിഗ്രഹി ഖാലിദ് ബിൻ ഹമദ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 12 to 14 ഇന്റർമീഡിയറ്റ് വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടി. ഇന്ത്യൻ സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ധ്രുവി. വിദ്യാഭ്യാസ മന്ത്രാലയം സംഘടിപ്പിച്ച ഈ മത്സരം ഏപ്രിൽ 24-27 തീയതികളിൽ ഇസ ടൗണിലെ ഷെയ്ഖ് ഖലീഫ സ്റ്റേഡിയത്തിലാണ് നടന്നത്. മത്സരത്തിൽ തന്ത്രപരമായ കഴിവുകളും മികവും പ്രകടിപ്പിച്ച ധ്രുവി തന്റെ വിഭാഗത്തിലെ എല്ലാ മത്സരങ്ങളിലും വിജയിച്ചുകൊണ്ട് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചു. അതുവഴി 1ാം സ്ഥാനം നേടി. ഇന്ത്യൻ സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ സൈക്കറ്റ് സർക്കാരാണ് പരിശീലകൻ. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണിൽ വർഗീസ്, സെക്രട്ടറി വി രാജമണ്ഡ്യൻ, ഭരണസമിതി അംഗങ്ങൾ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേധാവി ശ്രീധർ ശിവ എസ് എന്നിവർ ധ്രുവി പാണിഗ്രഹിയെ അഭിനന്ദിച്ചു. ദിലീപ് ഫാൻസ് ഇന്റർനാഷണൽ ബഹ്റൈൻ 2025-27 ദേശീയ കമ്മിറ്റി ദിലീപ് ഫാൻസ് ചെയർമാൻ റിയാസിന്റെ അനുമതിയോടെ വിപുലീകരിച്ചു. കമ്മിറ്റി ഭാരവാഹികൾ, രക്ഷാധികാരികൾ സാദത്ത്, ആൽബിൻ, പ്രസിഡന്റ് റസാഖ് ബാബു, വല്ലപ്പുഴ, വൈസ് പ്രസിഡന്റുമാർ രഞ്ജിത്ത് കുരുവിള, പ്രജിത് പ്രേമൻ, സെക്രട്ടറി പ്രശോഭ് ധർമ്മൻ, ജോയിന്റ് സെക്രട്ടറിമാർ കാർലോ മിർഷാഹിൻ, ട്രഷറർ ഷമീർ അലി, സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഷംസീർ, മെമ്പർഷിപ്പ് കൺവീനർമാർ ജയൻ ജോർജ്, ഷാഫി വയനാട്, സ്പോർട്സ് വിംഗ് കൺവീനർ രഘു രാമകൃഷ്ണൻ, ആർട്സ് ആൻഡ് എന്റർടൈൻമെന്റ് സെക്രട്ടറിമാർ ഹിജാസ്, മൻസൂർ, എക്സിക്യൂട്ടീവ് മെമ്പർമാർ ഷഫീർ, ലിജോയ്, വിഷ്ണു, ഡെയിൽ ജോസ്, സുബിത് എന്നിവരെ തിരഞ്ഞെടുത്തു. കനോലി നിലമ്പൂർ കൂട്ടായ്മ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജീവകാരുണ്യ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖ സംഘടനയായ കനോലി നിലമ്പൂർ ബഹ്റൈൻ കൂട്ടായ്മ സൽമാനിയ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ച് രക്തദാന ക്യാമ്പ് നടത്തി. സ്ഥാപക പ്രസിഡന്റ് സലാം അമ്പാട്ടുമുല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി സുബിൻ ദാസ് സ്വാഗതം പറഞ്ഞു. സാമൂഹിക പ്രവർത്തകരായ ബഷീർ അമ്പലായി, ഫസലുൽ ഹഖ്, സമീർ പൊട്ടച്ചോല, അബ്ദുൽ മൻഷീർ, റംഷാദ് ഐലക്കാട്, മുഹമ്മദ് റഫീഖ്, ബ്ലസൻ മാത്യു, അലൻ ഐസക്, സുരേഷ് പുത്തൻവിലയിൽ, ഷഫീഖ് കൊല്ലം എന്നിവർ സന്നിധരായി. 100-ൽ പരം ആളുകൾ രക്തദാനം നൽകിയ ക്യാമ്പിന് മനു തറയ്യത്ത്, സാജിദ് കരുളായി കോർഡിനേറ്റർമാരായി. മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നേതൃത്വം നൽകി. ട്രഷറർ അനീസ് ബാബു നന്ദി പറഞ്ഞു. ലഹരിക്കെതിരെ സ്പെഷ്യൽ അസംബ്ലിയും പ്രതിജ്ഞയും. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി സമസ്ത ബഹ്റൈൻ മനാമ ഇർഷാദുൽ മുസ്ലിമീൻ മദ്രസയിൽ സ്പെഷ്യൽ അസംബ്ലിയും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും കുട്ടികൾക്ക് ലഹരി വിരുദ്ധ ഉത്ബോധനവും നടത്തി. സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. വി കെ കുഞ്ഞഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ട്രെയിനർ യൂനസ് ഫൈസി വെട്ടുപാറ മുഖ്യ പ്രഭാഷണം നടത്തി. ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് മദ്രസ പൂർവ്വ വിദ്യാർത്ഥി ജസീർ വാരം നേതൃത്വം നൽകി. മനാമ മദ്രസ അധ്യാപകരായ സയ്യിദ് ഹൈദ്രോസ് തങ്ങൾ, അബ്ദുൽ മജീദ് ഫൈസി, കാസിം നുജൂമി, അബ്ദുൽ റഹ്മാൻ മുസ്ലിയാർ, അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ഷിഹാബ് മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു. SKSBV മനാമ യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളെ യോഗത്തിൽ സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ കോയ തങ്ങൾ പ്രഖ്യാപിച്ചു. സ്വദർ മുഅല്ലിം അഷ്റഫ് അൻവരി ചേലക്കര സ്വാഗതവും SBV കൺവീനർ സയ്യിദ് മുസ്ലിയാർ നന്ദിയും പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ പ്രതിനിധി സംഘം നാളെ ബഹ്റൈനിലെത്തും. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യൻ നിലപാട് വിദേശ രാജ്യങ്ങളുമായി പങ്കുവെക്കുന്നതിനുള്ള പ്രതിനിധി സംഘം നാളെ ബഹ്റൈനിലെത്തും. BJP MP ബൈജന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ബഹ്റൈൻ വിമാനത്താവളത്തിൽ ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് സ്വീകരിക്കും. ബഹ്റൈനിലെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നേതൃത്വങ്ങളുമായി സംഘം കൂടിക്കാഴ്ചകൾ നടത്തും. എല്ലാ രീതിയിലുമുള്ള ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ സഹിഷ്ണുതയില്ലാത്ത ശക്തമായ സന്ദേശം എത്തിക്കുക എന്നതാണ് പ്രതിനിധി സംഘത്തിന്റെ ലക്ഷ്യമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. 4 രാജ്യങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട സംഘമാണിത്. ബഹ്റൈൻ സന്ദർശനത്തിന് ശേഷം സംഘം 25-ന് കുവൈറ്റിലേക്കും അവിടെ നിന്ന് 27-ന് സൗദിയിലേക്കും പോകും. 30-ന് സംഘം അൾജീരിയയിലേക്കാണ് പോവുക. ഓരോ രാജ്യത്തും 2 ദിവസം വീതമാണ് സന്ദർശന പരിപാടി. അതത് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കളെ കണ്ട് ഇന്ത്യൻ നിലപാട് വിശദീകരിക്കലാണ് ദൗത്യം. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.